ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈ ലാമയ്ക്ക് ഭാരതരത്ന നൽകണം എന്ന് ശുപാർശ. ടിബറ്റൻ വിഷയത്തിലെ എംപിമാരുടെ സർവകക്ഷി ഫോറം കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ഭാരതരത്ന നൽകണം എന്നാവശ്യപ്പെട്ട് ഒപ്പുശേഖരണവും തുടങ്ങിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അജീഷ്, ദലൈ ലാമയുടെ 90-ാം ജന്മദിനം കഴിഞ്ഞ ദിവസമാണ് ധരംശാലയിൽ ആഘോഷിച്ചത്. തൊട്ടുപിന്നാലെ അദ്ദേഹത്തിന് ഭാരതരത്ന സമ്മാനിക്കണമെന്ന് ശുപാർശ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് എത്തുന്നു. എന്താണ് ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ? ഗോപി, എന്തായാലും ഈ പിൻഗാമിയെ കണ്ടെത്തുന്ന കാര്യത്തിൽ വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നിവേദനം കേന്ദ്ര സർക്കാരിന് അയച്ചിരിക്കുന്നത്. പാർലമെന്റിലെ ഈ ടിബറ്റൻ വിഷയത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേക പാർലമെന്റ് ഫോറമാണ് ഇങ്ങനെ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരു ക്യാമ്പയിനും അവർ ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുകയാണ്. അതായത് ദലൈ ലാമയ്ക്ക് ഭാരതരത്ന നൽകണം, അതിന്റെ ആവശ്യകത ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ അത് തുടങ്ങി വച്ചിരിക്കുന്നത്. ഈ ക്യാമ്പയിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും എംപിമാരടക്കമുള്ളവർ വീഡിയോ സന്ദേശങ്ങളും അടക്കം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിന് വേണ്ടിയിട്ടുള്ള ഒപ്പ് ശേഖരണവും തുടങ്ങിയിട്ടുണ്ട്. ഇവർ പ്രധാനമായിട്ടും പറയുന്നത് ഈ സംയുക്ത പാർലമെന്റ് സെഷനിൽ ദലൈ ലാമയ്ക്ക് പ്രസംഗിക്കാനുള്ള ഒരു അഭിസംബോധന ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം. മാത്രമല്ല, ദലൈ ലാമ ഭാരതത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ആത്മീയ മുഖമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭാരതരത്ന നൽകണം എന്നാണ് ഈ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ ചൈനയുടെ ഇടപെടൽ, ഈ ദലൈ ലാമയുടെ പിൻഗാമിയെ കണ്ടെത്തുന്നതിൽ ചൈനയുടെ ഇടപെടൽ അത് അനാവശ്യമാണെന്ന തരത്തിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പിൻഗാമിയെ കണ്ടെത്തുന്നതിൽ ദലൈ ലാമയ്ക്ക് തീരുമാനമെടുക്കാമെന്ന് ഇന്ത്യ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്ത്യയിലുള്ള ചൈനീസ് അംബാസഡർ അടക്കം ഇതിനെ എതിർത്തിരുന്നു. കാരണം ഇത് ടിബറ്റിലെ ആത്മീയ നേതാവ് ദലൈ ലാമ എന്ന് പറയുന്ന ഒരു സ്ഥാനം അത് വർഷങ്ങളുടെ പാരമ്പര്യം ഉള്ള ഒരു സ്ഥാനമാണ്. അതുകൊണ്ട് ദലൈ ലാമയ്ക്ക് ഒറ്റയ്ക്ക് ഈ പിൻഗാമിയെ കണ്ടെത്താൻ സാധിക്കില്ല എന്നതൊരു പ്രതികരണം ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ഒപ്പം തന്നെ ഇന്ത്യയുടെ അംബാസഡർ അടക്കം ഈ പ്രതികരണം നടത്തിയിരുന്നു. എന്തായാലും ഈ വിഷയം ചൈനയെ പ്രകോപിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, ഏതായാലും ജയേഷ്, ഈ ദലൈ ലാമയുടെ പിൻഗാമി ദലൈ ലാമയുടെ പിൻഗാമിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഭാരതരത്ന നൽകണമെന്നൊരു ശുപാർശ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് എത്തുന്നത്.